Hello, everyone. It's okay not to be okay. What it means and why it's normal. Welcome, everyone, to Season 1, Episode 6 of Podcast by Nisha George. And this is Nisha from Melbourne. നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. അതായത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ വിഷമങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും. ആ ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഇങ്ങനെ മിക്സ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നമ്മൾ ഇമോഷണലി അല്ല മെന്റലി നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ഡൗൺ ആയിരിക്കും, അല്ലേ? പക്ഷെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ടു സേ ദാറ്റ് യു ആർ നോട്ട് ഓക്കെ. അതായത് നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെ അതൊരു പോസിറ്റീവ് ഇമോഷൻ ആയാലും ഒരു നെഗറ്റീവ് ഇമോഷൻ ആണെന്നുണ്ടെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് പേഴ്സണലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പ്രത്യേകിച്ച് എല്ലാവർക്കും ജോലിയുടെ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പാൻഡമിക് സിറ്റുവേഷൻ, ഇപ്പം COVID-19 ആ ഒരു ക്രൈസിസ് വേൾഡ് ഫേസ് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫിൽ പലതരത്തിലുള്ള ആ ഒരു വർക്ക് പ്ലേസിൽ നിന്നുള്ള ചലഞ്ചസ്, അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി ലൈഫിലുള്ള ക്രൈസിസ്, അല്ലെങ്കിൽ ചിലർക്ക് പേഴ്സണൽ ലൈഫിൽ, അതായത് സിംഗിൾ ലൈഫ് പോകുന്നവർക്ക് ആ ഒരു ക്രൈസിസ് കാരണം അവർക്ക് അധികം പേരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്രൈസിസ് ഇങ്ങനെ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ആ ഒരു പാത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല ഐറ്റംസ് ഉണ്ട്, അല്ലെ? സ്ട്രെസ് ഫാക്ടേഴ്സ് പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ് വേ. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അത് ക്വൈറ്റ് നോർമൽ ആണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഓക്കെ, ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഇസ് സംതിങ് റോങ്, അല്ലെ ഞാനത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ മനസ്സ് തോന്നുന്നത് അത് തെറ്റാണോ എന്ന് സംശയിക്കുന്ന പലരും കാണും. പക്ഷെ അത് തെറ്റല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തെ നമ്മളുടെ ആ ഒരു മനസ്സിന്റെ ഒരു അവസ്ഥയാണത്, അല്ലെ? അപ്പം ഇപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ പലരും ബുള്ളി ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കല് അതൊക്കെ ഇങ്ങനെ നേരിട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇപ്പം എന്നെ ആണെന്നുണ്ടെങ്കിലും ബുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മളുടെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ഫീൽ ചെയ്ത ആ ഒരു നമ്മളുടെ കുഞ്ഞു മനസ്സിൽ നമുക്ക് തോന്നിയ ഇമോഷൻസ്, അപ്പൊ നമുക്ക് ആ ഒരു വിഷമം തോന്നിയ ആ ഒരു അവസ്ഥ, അതൊക്കെ ആ ഒരു അവസ്ഥയിൽ അതൊരു നോർമൽ ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ അത് നമ്മൾ അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് ഔട്ട്കം എങ്ങനെ ഉണ്ടാക്കുന്നു, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അതായത് സംടൈംസ് തിങ്സ് ഡോണ്ട് ഗോ ഇൻ അവർ വേ, അല്ലെ? സംടൈംസ് വി ആർ നോട്ട് ഓക്കെ. നമ്മൾ വൾനറബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ലായിരിക്കാം നമ്മൾ ചില സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ചില പ്ലേസസിൽ. പക്ഷെ നമ്മളത് നമ്മുടെ ലൈഫിൽ എല്ലാം ഇങ്ങനെ റെയിൻബോസ് ആൻഡ് ബട്ടർഫ്ലൈസ് ആയിരിക്കത്തില്ല, അല്ലെ? ചില സമയത്ത് ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. പക്ഷെ അന്നേരം നമ്മൾ പേടിച്ച് മാറരുത്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഓക്കെ, അതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഈ ഒരു സിറ്റുവേഷൻ ഓക്കെയാണ്, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വർക്ക് ടുവേഴ്സ് ടു ഫോക്കസ് ഓൺ മൈ ഗോൾസ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഇമോഷൻസ്, ആ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് പോസിറ്റീവ് ഒരു ചാനലിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. ഇപ്പം ചില സമയത്ത് നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ നമ്മളുടെ ആ ഒരു സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടിയിട്ട് നമുക്കത് നമ്മളുടെ കൺട്രോളിലല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടായെന്ന് വരാം. അന്നേരം നമ്മൾ ടോക്ക് ചെയ്യുക, നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോസ് ഫാമിലി ലവ്ഡ് വൺസിനോട് നമ്മൾ ടോക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. നമ്മൾ ഓക്കെ, നമുക്ക് കരയണമെന്ന് തോന്നുകയാണെങ്കിൽ കരയോ, അല്ലെങ്കിൽ ചെറുതായിട്ട് ദേഷ്യം വരുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ഓക്കെ ആയിരിക്കും ആ സന്ദർഭത്തിൽ. പക്ഷെ നമ്മളുടെ ആ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെ അത് എങ്ങനെ ബാലൻസ് ഔട്ട് ചെയ്യുന്നു,
ഓക്കെ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊരു സെൽഫ് അനലൈസിസ് അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് പോസിറ്റീവ് ഇമോഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ സാധിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഒരിക്കലും നമ്മളുടെ വീക്ക്നെസ് ആയിട്ട് നമ്മൾ കാണരുത്. അത് നമ്മളുടെ ആ ഒരു വീക്ക്നെസ്സിന് എനിക്കിതിനെ എങ്ങനെ ഒരു പോസിറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് മാറ്റാം എന്നുള്ള ആ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്ന ആ ഒരു പോയിന്റ്. അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ഈ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു ഹെൽപ്പ് തേടണം എന്നുള്ള ആ ഒരു ഇത് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് തോന്നുന്ന ആ ഒരു നിമിഷം, അല്ലെങ്കിൽ ഓക്കെ എനിക്കിപ്പോ തന്നെ എനിക്ക് പോയി ഒരു ഹെൽപ്പ് തേടാൻ പറ്റത്തില്ല, അപ്പം ഞാനൊരു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കൊളീഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനോട് ഞാൻ ഷെയർ ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അവിടെ തൊട്ട് നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ചാനലിൽ കിടന്ന ഇമോഷൻസിനെ നമ്മൾ ആ പോസിറ്റീവ് ചാനലിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ ഓക്കെ അല്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകാം, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു, അതിന്റെ റൈറ്റ് ചാനലിലേക്ക് കൊണ്ടുവരാൻ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് വന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ. കാരണം എപ്പോഴും എല്ലാം പോസിറ്റീവായിട്ട് വരത്തില്ല അല്ലേ. അപ്പം നമ്മൾ വേണ്ട ഹെൽപ്പ് തേടുക. നമ്മളുടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് എവിടെയാണ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരാണ് നമുക്ക് ഒരു ഗുഡ് ലിസണർ ആയിട്ടുള്ളത്, അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ കണ്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട ഹെൽപ്പ് തേടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ അടുത്ത് ഇപ്പൊ ഞാൻ ഈ ഒരു ഇതില് പറയാൻ മാത്രമല്ല, നമ്മളുടെ അറൗണ്ട് നമ്മുടെ സറൗണ്ടിങ്സ് ഉള്ളവര്, നമ്മളുടെ നെയ്ബർഹുഡിലുള്ളവരായിരിക്കും, അവരൊക്കെ തന്നെ താമസിക്കുന്ന കപ്പിൾസ്, എൽഡർലി കപ്പിൾസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമുക്കൊരു വെൽഫെയർ ചെക്ക് എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്നും അവരെ ഇപ്പൊ നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റില്ലെങ്കിൽ ഒരു ഫോൺ കോള് ഒക്കെ ചെയ്ത് അവർ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം അല്ലേ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ജസ്റ്റ് നോ ദാറ്റ് ഇറ്റ്സ് ഓക്കെ ടു ഫുള്ളി എക്സ്പീരിയൻസ് വാട്ട് എവർ ഇറ്റ് ഈസ് യു ആർ ഫീലിംഗ്. നമ്മളിപ്പം എന്തുവാ ടൈം, നമുക്ക് ഇനഫ് റെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ സാധാരണ ഇപ്പൊ ചിലപ്പം ടൈം ഓഫ് ഫ്രം വർക്ക് ആയിരിക്കാം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു റീചാർജ് ചെയ്യാൻ എല്ലാവരും ചെയ്യുന്നത് ഒന്ന് നടക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കാം. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പൊ നമുക്ക് നമ്മളെ ഏറ്റവും ബെസ്റ്റ് വേയിൽ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുക അല്ലെ. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ സ്വയമാണ്. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് ഒരു സെൽഫ് അനാലിസിസ് ചെയ്യുക, ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തേടുക. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം take the time you need to rest, recharge and breathe. And you all listen to podcast by Nisha Josh. Kindly subscribe, support and keep up to date, and also share between your friends and family. You all have a good day. Thank you so much for listening to me. Bye-bye.